തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ് കോടതി അലക്ഷ്യമെന്ന് കിറ്റെക്സ്. മിനിമം വേതനം ഉയർത്തണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ്. കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇത് പാലിക്കുന്നില്ലെന്ന് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയെന്നും കിറ്റെക്സ്. തൊഴിൽ വകുപ്പ് നോട്ടീസ് പിൻവലിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സാബു ജേക്കബ് പറഞ്ഞു. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഇന്ന് മന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പരസ്യമായ പ്രതികരണം അനുചിതമായി പോയി എന്നതുൾപ്പെടെയുള്ള മന്ത്രിയുടെ നിലപാട് വന്നതിന് ശേഷവും കിറ്റെക്സ് ഉടമകൾ പറയുന്നത് എന്താണ്? തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ് കോടതി അലക്ഷ്യമെന്ന് പറയുന്നു, വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറയുമ്പോൾ അവർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണോ? വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണ് സാബു എം ജേക്കബിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങൾ കൊഴുക്കുകയും ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിൽ മിനിമം കൂലി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് ഒരു നോട്ടീസ് നൽകിയിരുന്നത്. 2019 പുതുക്കിയ കൂലി അത് നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 26 ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അക്കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിധി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ആ ശുപാർശ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ വകുപ്പ് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിലനിൽക്കില്ല. കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ടുള്ള ഈ ഓർഡർ അത് കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ നോട്ടീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കിറ്റെക്സ് കമ്പനി ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി അത് പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ കിറ്റെക്സ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് തൊഴിൽ വകുപ്പ് വീണ്ടും നൽകിയിരിക്കുന്നതെന്ന് സാബു എം ജേക്കബ് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ 3500 കോടി രൂപയുടെ നിക്ഷേപം അത് പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇത് സംബന്ധിച്ച ഗൂഢാലോചനകൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നുവെന്നാണ് പറയുന്നത്. PV ശ്രീനിവാസൻ MLA കഴിഞ്ഞ ദിവസം ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സ്ഥാപനം പരിശോധന നടത്തിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ MLA എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്നു. മാത്രമല്ല ചില ചാനൽ ചർച്ചകളിൽ CPM പ്രതിനിധികൾ പങ്കെടുത്ത് നോട്ടീസിനെ കുറിച്ച് വിവരങ്ങൾ പറയുന്നു. അത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം അത് നോട്ടീസ് നൽകുകയാണ്. അതായത് രാഷ്ട്രീയപരമായ തരത്തിൽ പാർട്ടി തന്നെ വേട്ടയാടുകയാണെന്നും ഇവർ മുൻകൂട്ടി ഇത് കരുതി നടപടിയിൽ എടുത്തതിന് ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകുന്നതെന്നാണ് ഇപ്പോൾ സാബു എം ജേക്കബ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാരുമായി ചേർന്നുള്ള നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനൊപ്പം തന്നെ നിയമപരമായി കൂടി നേരിടാനുള്ള ശ്രമമാണ് കിറ്റെക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാബു എം ജേക്കബിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തി. IB പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. നഗരപ്രദേശങ്ങളിൽ 2 ഇന്റലിജൻസ് പരിശോധന നടത്തുന്നുണ്ട്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇത്തരമൊരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അന്വേഷണത്തിൽ? രേണുക, ഇപ്പോൾ പരിശോധന 6 അതായത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് ആണ് ഈ കോഴിക്കോട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി 6 പരിശോധന നടത്തുന്നത്. ഇതിൽ കോഴിക്കോട് നഗരത്തിലെ ചിന്നളത്തിലാണ് ഇപ്പോൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ അല്പസമയം മുമ്പ് പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ നഗരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. വിദേശങ്ങളിലേക്ക് നമ്പർ കാണിക്കാതെ കോൾ ചെയ്യുന്ന തരത്തിലുള്ള എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊളത്തറ ശാരദാ മന്ദിരം സ്വദേശിയായ ജുനൈഫിനെ IB കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യം ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. നമുക്കറിയാം ബാംഗ്ലൂരും അതുപോലെ തന്നെ എറണാകുളത്തും എല്ലാം ഇത്തരത്തിലുള്ള സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നു. ഇത് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെന്ന് അന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട്ടുള്ള ഈ സമാന്തര എക്സ്ചേഞ്ചിന് ടെലിഫോൺ എക്സ്ചേഞ്ചിന് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യം അന്വേഷിക്കുന്നത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ്.
കോഴിക്കോട് സമാന്തരമായ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയെന്നത് IB പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. നഗരപ്രദേശങ്ങളിൽ 2 ഇടത്ത് ഇന്റലിജൻസ് പരിശോധന ആദ്യം തുടങ്ങിയെങ്കിലും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വിനേഷ് നൽകുന്ന വിവരം. വിനേഷ്, ഇക്കാര്യത്തിൽ വിനേഷ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ, രാജ്യദ്രോഹപരമായ എന്തെങ്കിലും നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഏജൻസികൾ ഇതിന് പുറമെ അന്വേഷണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഒരു ഗൗരവമുള്ള സംഭവമായാണോ ഇതിനെ കാണുന്നത്? ശരി, വിനേഷ് ടെലിഫോൺ ലൈനിലില്ല. എന്തായാലും കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയിരിക്കുകയാണ്. IBയുടെ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ ഇന്റലിജൻസിന്റെ പരിശോധന നടക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് സമാന്തരമായി ഉണ്ടാക്കിയത് എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടിവരും എന്ന സൂചനകളാണ് വിനേഷ് നൽകുന്നത്. തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരൻ പാമ്പുകടിയേറ്റ് മരിച്ചു. ഭക്ഷണം കൊടുക്കുന്നതിനിടെ രാജവെമ്പാലയുടെ കടിയേറ്റാണ് ജീവനക്കാരൻ അർഷാദ് മരിച്ചത്. അർഷാദ് തനിച്ചാണ് പാമ്പുകൾക്ക് ഭക്ഷണം നൽകാൻ പോയതെന്നും കടിയേറ്റ ശേഷം ഏറെ സമയം കഴിഞ്ഞാണ് മറ്റുള്ളവർ ഇക്കാര്യം അറിഞ്ഞതെന്നുമാണ് വിവരം. ഉച്ചയ്ക്ക് 1:30യോടെയാണ് അർഷാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാരനാണ് അർഷാദ് എന്ന് മ്യൂസിയം ഡയറക്ടർ അബു എസ് പറഞ്ഞു. വലിയ കൂട് വൃത്തിയാക്കുന്നതിനിടെ പാമ്പ് കിടന്നിരുന്ന ചെറിയ കൂട്ടിലേക്ക് കൈയിട്ടതാകാം കടിയേൽക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കടയ്ക്കാവൂർ പോക്സോ കേസിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കുട്ടിയുടെ മൊഴിയല്ലാതെ മറ്റൊരു തെളിവുമില്ല. സാക്ഷിമൊഴികളിലും മെഡിക്കൽ റിപ്പോർട്ടിലും പീഡനം നടന്നതിന് തെളിവില്ല. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കുറ്റകൃത്യം നടന്നെന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസ് ഭർത്താവും പോലീസും ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്ന് കടയ്ക്കാവൂരിലെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസ് മോശമായി പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും അവർ പറഞ്ഞു. കടയ്ക്കാവൂർ പോക്സോ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച വാർത്തകൾ പുറത്തു വന്നതാണ്. ആ അമ്മ പൂർണ്ണമായും നിരപരാധിയാണ്, അവരെ കുറ്റം ചാർത്താനുള്ള തെളിവുകളില്ലെന്ന റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇപ്പോൾ ആ അമ്മ നമ്മോടൊപ്പം ചേരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പരാതി നിങ്ങൾക്ക് കൊടുക്കാനിടയായത്? മൂന്നാമത്തെ മകനെ വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം തിരിച്ച് വിട്ടുകൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ചമച്ച് എന്നെ 27 ദിവസം ജയിലിലടച്ചത്. പോലീസ് ആദ്യം വരുമ്പോൾ ഇങ്ങനെ പരാതി ഉണ്ടെന്നും പറഞ്ഞ് പോലീസ് വരുമ്പോൾ നിങ്ങൾ ഈ യഥാർത്ഥ വസ്തുത പറഞ്ഞില്ലേ അവരോട്? യഥാർത്ഥ വസ്തുത പറയാനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആരാണ് വന്നത് അവിടെ? ഉദ്യോഗസ്ഥൻ SI ഉണ്ടായിരുന്നു, 2 ലേഡി പോലീസ് ഉണ്ടായിരുന്നു, പിന്നെ 1-2 കോൺസ്റ്റബിൾസ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട്, പെട്ടെന്ന് തിരിച്ചു വിടാം എന്നുള്ള രീതിയിലാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പം അപ്പോഴും അവിടെ ഒരു സ്റ്റാഫ് ഇല്ലായിരുന്നു. സ്റ്റാഫ് കല്യാണത്തിന് പോകാനായിട്ട് പോയി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ വന്ന് ഹാജരായ മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ പെട്ടെന്ന് വിട്ടേക്കാമെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുപോകുന്നത്. ജീപ്പിൽ കയറി ഉടനെ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം ഫോൺ ഓണാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാർ ഫോൺ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഫോൺ ഓണാക്കാൻ പറഞ്ഞാൽ ഓണാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചു. അപ്പം അല്ലല്ല SI ഒന്നുമില്ല അവിടെ, SI ആണ് ചീത്ത വിളിച്ചത്. അപ്പം പേടിച്ച് ഞാൻ ഫോൺ ഓണാക്കി കൊടുത്തു. സ്റ്റേഷനിൽ വെച്ച് എന്നോടും വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എൻ്റെ വാപ്പാക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ജയിലിൻ്റെ മതിലിടിഞ്ഞാലും പുറത്തു വരൂല, വർഷങ്ങളോളം ഞാൻ ജയിലിനകത്ത് കിടക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് എന്നെ ടോർച്ചർ ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, സാർ ഇത് കള്ള കേസാണ്. അപ്പം ആ SI തന്നെ എന്നോട് പറഞ്ഞു, ഈ മൂന്നാമത്തെ മകനെ വിട്ടുകൊടുത്താൽ നിന്റെ പേരിൽ ചിലപ്പോൾ കേസൊന്നും ഉണ്ടാവില്ല. കേസ് അവർ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയെങ്കിലും എൻ്റെ കൂടെ നിൽക്കട്ടെ സാറെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇല്ല. SI ഉണ്ടായിരുന്നു അവിടെ, അല്ലാതെ വേറെ 1-2 പോലീസുകാർ ഈ ഭർത്താവിൻ്റെ സൈഡായിരുന്നു. കാരണം ഈ FIR എഴുതിയ ഒരാളുണ്ടല്ലോ അവിടെ. മകനെ അത്രയും ടോർച്ചർ ചെയ്ത് പറയിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗിൽ കൂടി പറയിപ്പിച്ചതായിരിക്കാം. സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷെ മകൻ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു കഥ പുറത്തു വരൂല. അതിന് പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ മോനോട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ മോനോട് ഗൾഫിൽ നിന്നിട്ട് ഭീഷണി മുഴക്കാറുണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നിന്നെ കൊണ്ടുപോകും, എന്നിട്ട് ഉമ്മച്ചിയെ ജയിലിൽ അടയ്ക്കുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അത് പേടിച്ച് പിന്നെ അവൻ ഫോൺ അങ്ങനെ എടുക്കാറുമില്ലായിരുന്നു. മോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും, ഉമ്മച്ചി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു
എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എന്ന് പറയും. ഇതിനുശേഷം മോനെ അവർ കൊണ്ടുപോയി, പിന്നെ മോനെ കാണാനോ അല്ലെങ്കിൽ ഇത് മൂന്നാമത്തെ എൻ്റെ കൂടെ നിൽക്കുന്ന മോൻ്റെ അടുത്താണ് പറഞ്ഞു. എൻ്റെ 3 മക്കളും എൻ്റെ 4 പേരുണ്ടായിരുന്നു. അതിൽ 3 പേര് എൻ്റെ കൂടെയാണ് നിന്നത്. അതിൽ 2 പേരെ പലതവണയായിട്ട് ഒന്ന് കൊണ്ടുപോയി. പിന്നീട് ഈ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസുകാർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ ഇടപെടലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടയ്ക്കവർ സ്റ്റേഷനിലുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ കൊടുത്തു, അതിന് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ബാക്കി എന്താണ് നിങ്ങൾ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ ഞാൻ അവിടെ 27 ദിവസം അനുഭവിച്ചൊരു മാനസിക വിഷമമുണ്ട്. അതാർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. നടപടിയാണ് നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നത്? ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ കിട്ടണം തന്നെയാണ്. കാരണം ആ ഒരു കുഞ്ഞിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ പ്രസവിച്ച എൻ്റെ മോനാണ്. കുട്ടികളുടെ കാര്യത്തിലോ ബാക്കി ഇനി കുട്ടികളുടെ കാര്യത്തിൽ കുടുംബ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കോടതി തീരുമാനിക്കട്ടെ. ഈ മകനെയും പിന്നെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ ഹൈക്കോടതി ജാമ്യത്തിൽ ഇറങ്ങില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു. അവരെ പോയി കാണാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. കാണാനും പറ്റിയില്ല. അതിനുള്ള നടപടി തുറന്നു പോകുമല്ലേ? തുടർന്ന് പോകുന്നു. ഒരു വിശ്വാസമുണ്ടോ, ഒരു നീതി കിട്ടുമെന്നൊരു വിശ്വാസം? നീതി കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. കാരണം ഇത്രയും ഡിസംബറിലാണ് ഈ കേസ് നടക്കുന്നത്. ഇത്ര കാലയളവിൽ വെച്ച് ഈ കേസ് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചതും പോലീസാണ്. പക്ഷേ അതേസമയം ആ കടയ്ക്കവർ പോലീസാണ് ഞാൻ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് എന്നെ ആരോപിച്ച് 27 ദിവസം ജയിലിൽ അടച്ചത്. വേറെ നടപടി പോലീസിന്റെ അവർക്ക് നടപടി ആവശ്യപ്പെട്ട വേറെ എന്തെങ്കിലും പരാതി DGPക്കോ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ടോ? വാപ്പ ഒരുപാട് സ്ഥലങ്ങളിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. തുടർന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ആ സ്ത്രീയുടെ അമ്മയുടെ അഭിപ്രായം. അവർ വളരെയധികം 27 ദിവസത്തോളം ജയിലിൽ കിടന്നു. ചെയ്യാത്ത കുറ്റത്തിന് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇത്തരം ഒരു കേസിൽ പ്രതിയാകേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വേദന കൃത്യമായി അവർ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ കേസിൽ പ്രതിയല്ല എന്നുള്ള വാർത്ത തെളിവ് വന്നിരിക്കുന്നു. പക്ഷേ ഇനിയും അവർക്ക് നീതി കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ അവരെ കള്ളക്കേസിൽ കൊടുക്കിയ ആളുകളുണ്ട്. അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കണം, കുട്ടികളെ വിട്ടു കിട്ടണം. അതിനുള്ള പോരാട്ടത്തിലാണ് ഈ അമ്മ. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വി അരുൺ തുടരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലും നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഷാഹിദ കമാൽ, ഈ ആരോപണം വ്യാജമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നു കോടതിയിൽ. ഇതുകൊണ്ട് മാത്രം തീരുമോ? ഇതുകൊണ്ട് മാത്രം ഇത്രയധികം അപമാനം ഏറ്റുവാങ്ങിയ ആ അമ്മയ്ക്ക് നീതി കിട്ടുമോ? ഒരിക്കലും തീരില്ല, ഒരിക്കലും തീരില്ല. പലപ്പോഴും നമ്മളെങ്കിലും ഒരു നിരപരാധിയെ വേട്ടയാടുന്നതിൽ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. പലപ്പോഴും ഒരു നിരപരാധിയെ വേട്ടയാടി അവരെ ക്രൂശിക്കാവുന്നതിന്റെ പരമാവധി ക്രൂശിച്ചതിന് ശേഷം അതിന്റെ സത്യം അല്ലെങ്കിൽ അതുവരെ ക്രൂശിക്കപ്പെട്ടത് വെറുതെ ആയിരുന്നു എന്ന് വന്നാൽ പോലും ഈ കഴിഞ്ഞ 27 ദിവസത്തോളം അവര് ജയിൽ ശിക്ഷ അനുഭവിച്ചതിനേക്കാൾ ഏറെ, ജയിൽ ശിക്ഷയേക്കാൾ ഏറ്റവും കൂടുതൽ അവരനുഭവിച്ചത് സമൂഹത്തിന്റെ മുന്നിൽ ഒരു കുറ്റക്കാരിയായി, തെറ്റുകാരിയായി, അപമാനിതയായി തലകുലിച്ച് നിൽക്കേണ്ടി വന്ന ആ ഒരു മാനസിക സംഘർഷം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം മറ്റേതൊരു കേസ് പോലെയല്ല. ഒരു കൊലക്കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും നമുക്ക് സമൂഹത്തിനെ അഭിമുഖീകരിക്കാൻ പ്രയാസമുണ്ടാകില്ല. ജന്മം കൊടുത്ത മകനെ ഒരമ്മ തന്റെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരമ്മയ്ക്കും ഒരു സ്ത്രീക്കും അത് സഹിക്കുവാനോ താങ്ങുവാനോ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും രണ്ടാമതൊരു അന്വേഷണ സംഘം, വനിതാ കമ്മീഷൻ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കേസ് ചർച്ച ചെയ്യപ്പെട്ട വേളയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു വനിതാ ഉദ്യോഗസ്ഥയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു ഉത്തരവ് വരികയും അത് അന്വേഷിക്കുകയും ഇന്ന് അവർ നിരപരാധിയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ചുറ്റുപാടിലെല്ലാം അവര് ഒരു കുറ്റവാളിയെ പോലെ തലകുലിച്ചു നിൽക്കേണ്ട ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. താൽക്കാലികമായിട്ട് ആ കുട്ടി പറഞ്ഞത് പിന്നീട് അവന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുട്ടി ഒരു പക്ഷേ കുറ്റബോധം കൊണ്ട് അവൻ മനസ്സിൽ ഒരു നല്ല സൈക്കോളജി ശരി,
ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങൾ. വളരെ നന്ദി ശ്രീമതി ഷാഹിദ കമാൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകണം എന്ന ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് തുടരുമെന്ന പ്രതീക്ഷയും അവർ നൽകുന്നുണ്ട്. വി അരുൺ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഒരു പരിധിവരെ ആശ്വാസകരമാണ് അങ്ങനെ ഒരു കെട്ടിച്ചമച്ച കേസിൽ കുറ്റക്കാരിയല്ല എന്ന് തെളിയുന്നതും അതിന്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നതും. പക്ഷേ അതുകൊണ്ട് മാത്രം ആകുന്നില്ല. നീതി കിട്ടണമെങ്കിൽ തെറ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ കൂടി നടപടി ഉണ്ടാകണം. ആ അമ്മ സംസാരിച്ചപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്. നീതി വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള നീക്കങ്ങൾ ഇനി എങ്ങനെയെന്ന് വിശദീകരിച്ചു. ഈ കേസിന്റെ തുടക്കം മുതൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് തന്നെയാണ്. അവരെപ്പോഴും ആ ഒരു വാദത്തിന് ഉറച്ചു നിൽക്കുകയാണ്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടി മുൻ ഭർത്താവും അതിനൊപ്പം കടക്കാവൂർ SI ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ ഒരു കേസ്. വളരെ മോശമായി കസ്റ്റഡിയിൽ തന്നോട് പെരുമാറി, പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവസരം നൽകിയില്ല. കുട്ടിയെ വിട്ടു നൽകുകയാണെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ജയിലിടിഞ്ഞാലും പുറത്തു കടക്കാനാവാത്ത ഒരു തരത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കടുംകൈ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു അമ്മയോട് ചെയ്തത്. ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനി അവരുടെ ആവശ്യം കൃത്യമായി ഇവർക്കെതിരെ നടപടി വേണം. ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയ SIക്കെതിരെ നടപടി വേണം. കുട്ടിക്കെതിരെ അവർ ഒന്നും പറയാൻ കഴിയില്ല. കാരണം കുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദ മൂലമോ മകനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പക്ഷേ അവനെ കൊണ്ട് പറയിപ്പിച്ചതും അവരെ കൂട്ടുന്നവർക്കെതിരെ കർശനമായ നടപടി വേണം. 4 മക്കളെയും വിട്ടുകിട്ടണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം അതിപ്പോൾ ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നു. തന്നെ കള്ളക്കേസിൽ കുടിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് 4 മക്കളെയും തനിക്ക് വിട്ടുകിട്ടണം. അതിനൊപ്പം തന്നെ കള്ളക്കേസിൽ കുടിക്കുന്നവർക്ക് നടപടി വേണമെന്നുമാണ് ആ സ്ത്രീയുടെ ആവശ്യം. ശരി, ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഒടുക്കം ആ അമ്മയ്ക്ക് ആ കേസിൽ നിന്ന് വിടുതൽ ലഭിക്കുകയാണ്. ഇനി തുടർ നടപടികൾ വേണ്ട എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും നീതി കിട്ടിയിട്ടില്ല. ഈ കേസെടുക്കാൻ ഭർത്താവിനൊപ്പം കൂട്ടുനിന്നു പോലീസ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. വളരെ മോശമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് അവർ ആവർത്തിക്കുന്നു. പോലീസിനൊരു നാണക്കേട് തന്നെയല്ലേ ഈ സംഭവം? കുറച്ചുകൂടി ജാഗ്രത കാട്ടുകയും പക്ഷപാതരഹിതമായി പെരുമാറുകയും ചെയ്താൽ ഒഴിവാക്കാമായിരുന്ന ഒരു കേസല്ലേ? ഇതിൽ കുറ്റക്കാർക്കെതിരെ ഇനി നടപടി ഉണ്ടാകാനുള്ള നീക്കങ്ങൾ ഏതു വിധത്തിലാണ് വേണ്ടത്? ഇല്ല, ഈ കേസിന്റെ തുടക്കം മുതല് നമുക്കറിയാം ഇതൊരു കള്ളക്കേസാണ്. കാരണം ആ കുട്ടിയുടെ അമ്മയെ ഉപേക്ഷിച്ച് ഭർത്താവ് പോയി വേറൊരു സ്ത്രീയുമായിട്ട് താമസിക്കുകയാണ്. അവരുടെ കുട്ടിയും ഇവരുടെ ചില കുട്ടികളെയും ഒന്നിച്ച് ആക്കാനും ഭർത്താവിന്റെ ശ്രമത്തില് അതിന് വിലങ്ങതടിയായി നിന്ന ആദ്യത്തെ കാര്യം ഈ കേസിനകത്ത് കുരുക്കിയത് തന്നെയാണെന്ന് അമ്മയെ അറിയാമായിരുന്നു. പക്ഷെ പോലീസ് കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണമായിരുന്നു. കേസെടുക്കുന്ന ഒരു കുട്ടി അങ്ങനെ ഒരു മൊഴി പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് കേസെടുത്തു പോകും. പക്ഷെ നടപടിയിലോട്ട് പോകുമ്പം അറസ്റ്റും അതുപോലെ റിമാൻഡും ഒക്കെ വരുമ്പം വളരെ സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യണമായിരുന്നു. കാരണം അങ്ങനെ ഒരു കുട്ടി പറഞ്ഞു അതിന്റെ സാഹചര്യം കൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഇതിനകത്ത് എന്തോ കള്ളക്കളി എന്തോ വിച്ചല ഉണ്ടെന്ന് തന്നെ അന്നേരം പ്രൈമറി ആയിട്ട് നമുക്ക് അതൊക്കെ തോന്നുന്നു. കാരണം ഭർത്താവ് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അങ്ങോട്ട് ഇവരുടെ 3-4 കുട്ടികളെ 2 കുട്ടികളെ പിടിച്ചുകൊണ്ട് പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരെ പിടിച്ചുകൊണ്ട് പോയി ഭർത്താവിന്റെ കൂടെയാക്കി. അതില് അവസാനത്തെ 2 കുട്ടികൾ ഇതിപ്പോൾ അബദ്ധം വന്നല്ല, ഭർത്താവിനൊപ്പം ചേർന്ന് തന്നെ കുടുക്കി എന്ന് തന്നെ വളരെ വ്യക്തമായി SIക്കെതിരെയൊക്കെ വളരെ വ്യക്തമായി തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ടി വരും. അത് പോക്സോ ആക്ടിനകത്ത് പറയുന്നുണ്ട് മലീഷ്യസ് ആയിട്ടുള്ള ആര് എന്ത് നടപടി മലീഷ്യസ് ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് കോടതിയിലെ ഫാക്ച്വൽ റിപ്പോർട്ട് ചെല്ലട്ടെ, അതിനുശേഷം പോലീസ് തന്നെ ചിലപ്പോൾ നടപടി എടുക്കാം, അല്ലെങ്കിൽ ഇവർക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്ത് നടപടി എടുപ്പിക്കാം. എന്തായാലും അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് തെറ്റുപറ്റിയെന്നുള്ളത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിനെയും 2ാം ഭാര്യയും പ്രതിയാണ്. കൊച്ചുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും 18 വയസ്സിന് മുമ്പുള്ള ഏത് കുട്ടിയെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാം. അത് സാധിക്കും. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. വളരെ ശരീരത്തിൽ തട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. കഴിഞ്ഞ 4 മാസമായി വർക്കലയിലെ ഹോം സ്റ്റേയിൽ താമസിച്ചു വരികയാണ് വിദേശ വനിതകൾ. അഭിലാഷ് S വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇവരുടെ പരാതി രേഖാമൂലം തന്നെ നൽകിയിരിക്കുകയാണ്. അന്വേഷണം തുടങ്ങിയോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടന്നെങ്കിലും ഇന്ന് ആണ് വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി യുവതികൾ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ഊർജിതമായ അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് വർക്കല പോലീസിൽ അറിയിച്ചിട്ടുള്ളത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കും. തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം
നടക്കുന്നത്. 4 മാസമായി ഹോം സ്റ്റേയിൽ വർക്കലയിൽ താമസിക്കുന്ന വിദേശ വനിതകൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. UK, ഫ്രാൻസ് സ്വദേശിനികളാണ് ഇവർ. മദ്യലഹരിയിലെത്തിയ അക്രമി സംഘത്തിലെ ചിലർ നഗ്നതാ പ്രദർശനം കാട്ടുകയും പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് സർക്കാർ. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷ ആരോപണങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായും മന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ചികിത്സിച്ച ഡോക്ടർ തന്നെ മരണവും നിശ്ചയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. നിലവിൽ കേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനത്തിലൂടെ ICMR മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ആശുപത്രിയിൽ നിന്ന് മരണകാരണമടക്കം ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യും. ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാണ് കോവിഡ് മരണങ്ങൾ കണ്ടെത്തുന്നത്. ICMR മാർഗരേഖ മാറ്റാതെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ രീതി മാറ്റില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നത് ICMRും ലോകാരോഗ്യ സംഘടനയും നൽകിയ ഗൈഡ് ലൈനാണ്. ഇനി അതല്ല, ഇതിന്റെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കോവിഡ് മരണപ്പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. ജനങ്ങൾക്ക് പരമാവധി സഹായം കിട്ടുന്നതിന് ഏതു വിധേനയും അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഡിവിജ്വൽ കേസസ് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായും ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ കോവിഡ് മരണക്കണക്കിൽ സർക്കാർ ഇപ്പോഴും കൃത്രിമം കാണിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം വീണ്ടും ഉന്നയിച്ചു. ICMR മാനദണ്ഡങ്ങൾ സംസ്ഥാനത്ത് പാലിക്കുന്നില്ല എന്നാണ് പ്രധാന ആക്ഷേപം. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ കോവിഡ് മൂലം മരിച്ച മുഴുവൻ ആളുകൾക്കും ആ ആനുകൂല്യം കിട്ടിയേ മതിയാവും. അവരെ പുറത്തു കളയാൻ പറ്റില്ല. അവർക്ക് വേണ്ടി ഞങ്ങളുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് മരണം 4 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിനിടെ 1005 മരണം കൂടി സ്ഥിരീകരിച്ചതോടെയാണ് ആകെ മരണം 4 ലക്ഷത്തിനടുത്തെത്തിയത്. ഇതുവരെ 3,99,459 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 3 ദിവസത്തിന് ശേഷമാണ് പ്രതിദിന മരണം 1000 കടക്കുന്നത്. ഇന്നലെ 48,786 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 328 ഗ്രാമങ്ങളിലൂടെ 1,55,750 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്വർണമായി ഭൂമിയിലും പൊന്മാനായി ആകാശത്തും മാരീജന്മാരുടെ ഹൈവേ പാർട്ടി. സാഗർ ഏലിയാസ് ജാക്കിയും വിൻസെന്റ് ഗോമസും വളരുന്ന 21ാം നൂറ്റാണ്ട്. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വെള്ളിയാഴ്ച രാത്രി 9:30.